ഹലോ മക്കളെ, വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ പാഠം യൂണിറ്റ് 2 നോക്കാം. ഓക്കെ, എന്താണ് പാഠത്തിൻ്റെ പേര് നോക്കിയേ? വോയിസസ് ഇൻ യൂണിസൺ. ഒന്നുകൂടെ പറഞ്ഞു, വോയിസസ് ഇൻ യൂണിസൺ. എന്താ വോയിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ? ശബ്ദം. ഓക്കെ, യൂണിസൺ എന്ന് പറഞ്ഞാൽ ഐക്യമാണ്. ഓക്കെ മക്കളെ, ഒത്തൊരുമ, യൂണിറ്റി എന്നൊക്കെ പറയില്ലേ? യൂണിസൺ എന്ന് പറഞ്ഞാൽ ഐക്യം. ഓക്കെ, ഈ വോയിസസ് ഇൻ യൂണിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സ്വരത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. എല്ലാവരും ഒരേ സ്വരത്തിൽ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയാണ് അവിടെ കാണിക്കുന്നത്, യൂണിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു ചിത്രം നോക്കിയാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നോക്കിയാൽ മക്കളെ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കണം കേട്ടോ. ടീച്ചറുടെ വീഡിയോ അല്ല നോക്കിയിരിക്കേണ്ടത്, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതിലെ ചിത്രത്തിലേക്ക് നോക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ മാത്രം നോക്കിയിരിക്കുക, വോയിസ് ഇത് കേൾക്കുക. ഓക്കെ, നോക്ക്, എന്താ ചിത്രത്തിൽ കാണുന്നത് നോക്കിയേ? വെള്ളത്തിൽ ഒരു കുറേ താഴത്തിൽ വെള്ളത്തിലൊരു പട്ടിക്കുട്ടി ഉണ്ട് അല്ലേ? പട്ടിയുണ്ടാണ്. ആ പട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നതാണ്. അതെങ്ങനെയാണ് ശ്രമിക്കുന്നത് നോക്കൂ. അടിയിലൊരാളുണ്ട്, അയാളുടെ കൈ പിടിച്ച് മറ്റൊരാൾ, അങ്ങനെ മറ്റൊരു പെൺകുട്ടി, അങ്ങനെ കുറേ പേര് ചേർന്ന് ആ പട്ടിയെ രക്ഷിക്കുന്നതാണ് ആ ചിത്രം അല്ലേ? അപ്പോൾ അവിടെ എന്താ കാണിക്കുന്നത്? ഒത്തൊരുമയാണ് കാണിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അടിയിൽ നോക്കിയ ഒരു വേർഡ്സ് എഴുതിയിട്ട് എന്താ എഴുതിയത്? എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്. ആരാ പറഞ്ഞത്? ഹെലൻ കെല്ലറാണ് കേട്ടോ. ഹെലൻ കെല്ലർ ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ് അല്ലേ? ലെഫ്റ്റ് സൈഡിലത്തെ ചിത്രം കണ്ടോ ഹെലൻ കെല്ലറുടെ? അവരെന്താ പറഞ്ഞത്? ഒറ്റയ്ക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, പക്ഷേ ടുഗെദർ നമ്മൾ ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ചിത്രം നോക്കി എന്താണ്? അടുത്ത പേജിലുള്ള ചിത്രം എടുത്ത് നോക്കുക എല്ലാവരും. എന്താ ചെയ്യുന്നത് അവർ? കിഡ്സ് ആർ മേക്കിംഗ് സാൻഡ് കാസിൽ അല്ലേ? മണ്ണ് കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കലാണ് അവരല്ലേ? സാൻഡ് കാസിൽ ഉണ്ടാക്കലാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത് നോക്കി? അതിൻ്റെ അടിയിൽ കുറേ ക്വസ്റ്റ്യൻസ് നോക്കൂ. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്, ദേ ആർ മേക്കിംഗ് കാസിൽ വിത്ത് സാൻഡ് അല്ലേ? ഓൺ ദ സീഷോർ. ഇവിടെയാണ് കടൽ തീരത്ത് അവർ ചെറിയൊരു കാസിൽ ഉണ്ടാക്കലാണ്, സാൻഡ് കാസിൽ ഉണ്ടാക്കലാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ? യെസ്, ദ ചിൽഡ്രൻ ദേ ഹെൽപ്പ് ഈച്ച് അതർ അല്ലേ? ആൻഡ് ഹൗ? സി, two of them, one boy and a girl, they are making the castle and the other kids, they are collecting the sand and giving it to them അല്ലേ? അങ്ങനെയാണ് അവരതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. 2 പേരുണ്ടാക്കുന്നുണ്ട്, മറ്റു 2 പേര് കൂടി മണ്ണെടുത്തുകൊണ്ടെന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് അവിടെ കാസിൽ ഉണ്ടാക്കുന്നത്, ചെറിയൊരു കൊട്ടാരം ഉണ്ടാക്കുന്നത് അല്ലേ? മണ്ണ് കൊണ്ടുള്ള കൊട്ടാരം. അടുത്ത എന്താ ചോദിക്കുന്നത് അറിയോ? ഹാവ് യു വർക്ക്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു മേക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ്? ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങളിങ്ങനെ കൂട്ടുകാരോടൊക്കെ ചേർന്ന് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം മക്കളെ. നോക്കൂ, പാഠം നോക്കൂ. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് പീപ്പിൾ ഹു സ്റ്റാൻഡ് ടുഗെദർ ടു മേക്ക് ദെയർ ഹോം സേഫ് ആൻഡ് പീസ്ഫുൾ. ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണ്. എന്താണ്? ദേ സ്റ്റാൻഡ് ടുഗെദർ, ഒരുമിച്ച് നിന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ദെയർ ഹോം, അവരുടെ വീട് സേഫും പീസ്ഫുള്ളും, സമാധാനമുള്ളതും സുരക്ഷിതവുമായ വീടാക്കി മാറ്റാൻ വേണ്ടി ഒരുമിച്ച് നിന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണിത്. പാഠത്തിൻ്റെ പേര് ദ റെയിൻബോ പീപ്പിൾ. ദ റെയിൻബോ പീപ്പിൾ. എന്താ റെയിൻബോ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ദ റൈറ്റ് സൈഡിൽ ടീച്ചർ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, റെയിൻബോ, മഴവില്ല് അല്ലേ? എല്ലാവർക്കും അറിയാം മഴവില്ലാണ് റെയിൻബോ എന്നുള്ളത്, എല്ലാവർക്കും അറിയാം. ടീച്ചർ ഇവിടെ കൊടുക്കാൻ കാരണം എന്താണ് മഴവില്ലിൻ്റെ പ്രത്യേകത എന്ന് നോക്കിയാൽ നിങ്ങൾ? എന്താ? അതിൽ 7 കളേഴ്സ് ഉണ്ട് അല്ലേ? ആ 7 കളേഴ്സും ഒരുമിച്ച് വന്നാൽ മാത്രമേ റെയിൻബോ ബ്യൂട്ടിഫുൾ ആവുള്ളൂ അല്ലേ? ഓരോരോ കളർ, റെഡ് മാത്രമാകുമ്പോൾ ഈ ഒരു ഭംഗി കിട്ടുമോ കാണാൻ? ഇല്ല. അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് മാത്രമാണെങ്കിൽ ഇത്രയും ഭംഗി കിട്ടില്ല അല്ലേ? ആ 7 കളറും വിബ്ജിയോർ അല്ലേ? ആ 7 കളറും ഒരുമിച്ച് വന്നപ്പോഴാണ് റെയിൻബോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയത്. സോ അതുപോലത്തെ ഒരു സ്റ്റോറിയാണിത്. ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് നിന്നതിൻ്റെ ബ്യൂട്ടി, ഒരുമിച്ച് നിന്നതിൻ്റെ സൗന്ദര്യം കാണിക്കുന്ന ഒരു കഥയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാലോ. ബിനീത്ത് ദ ക്വയറ്റ് സ്കൈ. ബിനീത്ത്, എന്താ ബിനീത്ത് എന്ന് പറഞ്ഞാൽ താഴെ. ബിനീത്ത് ദ ക്വയറ്റ് സ്കൈ, ശാന്തമായ ആകാശത്തിൻ്റെ കീഴെ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ.
വായിക്കാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. ഒരു വിശാലമായ സാൻഡി, വാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശാലമായ, സാൻഡി ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൂഴിമണൽ പോലെയുള്ള ഒരു ലാൻഡ്, ഒരു ഭൂമി. അവിടെ ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. വളരെ എന്താ പറയുക, നല്ല ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പീസ്ഫുൾ, സമാധാനപരമായ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. ദ വില്ലേജേഴ്സ് വെയർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. അവിടെയുള്ള വില്ലേജേഴ്സ്, അവിടെ താമസിക്കുന്ന ആൾക്കാർ എങ്ങനെയായിരുന്നു, ഗ്രാമത്തിലുള്ളവരെങ്ങനെയായിരുന്നു? അവർ വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാരായിരുന്നു. ആൻഡ് ദേ വെർ വെരി കൈൻഡ് ഹാർട്ടഡ്. വളരെ ദയയുള്ളവരായിരുന്നു. കൈൻഡ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ദയയുള്ള ആൾക്കാർ. ഓക്കെ. ദേ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ്. അവരൊരിക്കലും ഒരു ഔട്ട്സൈഡറിനെ കണ്ടിട്ടില്ല. കാരണം അവർ ആ വില്ലേജിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ദേ എൻജോയ്ഡ് ദ കാം ആൻഡ് ക്വയറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്. അവർ അവരുടെ ആ വില്ലേജിൻ്റെ ആ സമാധാനത്തിലും അല്ലെങ്കിൽ എന്താണ് ആ ഒരു ശാന്തമായ അന്തരീക്ഷത്തെ അതിനെ സ്നേഹിച്ചിട്ട് അവരവിടെ കഴിഞ്ഞു. അവിടെ അവർ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ. ഇനി വൺ ബ്രൈറ്റ് മോർണിംഗ് ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ബ്രൈറ്റ് മോർണിംഗ് അല്ലേ, നല്ല വെളിച്ചം, നല്ല പ്രകാശമുള്ള ഒരു രാവിലെ, ദ സൺ സ്പ്രിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ തളിച്ചു. ഓക്കെ. ഇറ്റ്സ് ഗ്ലോയിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ. ഓക്കെ. എന്താ പറയുന്നത്? അപ്പം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ദിവസം സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ ഭൂമിയിലേക്ക് വന്ന് വീണുകൊണ്ടിരുന്നു. അത്രയേ ഉള്ളൂ മക്കളെ. ഓക്കെ. സ്പ്രിങ്കിൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത്രയേ ഉള്ളൂ. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. ദ വില്ലേജേഴ്സ് ഗ്യാതേർഡ് ഇൻ ദെയർ യൂഷ്വൽ സ്പോട്ട്സ്. എവിടെയാണ്? വില്ലേജേഴ്സ്, ആ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികളെല്ലാവരും എപ്പോഴും അവർ കാണാറുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ വന്നിരുന്നു. അവിടെ ഗ്യാദർ ചെയ്തു എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടിയിരിക്കുക അല്ലേ, ഗ്യാദർ ചെയ്തു. ഇൻ ദെയർ യൂഷ്വൽ സ്പോട്ട്സ്, എപ്പോഴും ഇരിക്കാറുള്ള സ്ഥലത്ത്. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്. ചില ആൾക്കാർ മരത്തിൻ്റെ ഷെയ്ഡ്, എന്താണ്, തണലിൽ പോയിരുന്നു. സം പീപ്പിൾ സാറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്. അവർ കാലിൻ്റെ മേലെ കാലൊക്കെ കയറ്റി വെച്ച് ആ സാൻഡിൽ, മണ്ണിലിങ്ങനെ ഇരുന്നു. ഓക്കെ. ക്രോസ് ലെഗ്ഡ് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മേലെ കാല് കയറ്റി വയ്ക്കുക. ഓക്കെ. അതിനാണ് ക്രോസ് ലെഗ്ഡ് എന്ന് പറയുക. അങ്ങനെ അവരവിടെ ഇരുന്നു. ഇനിയോ എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട്. കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു? അവർ അവിടെ സാൻഡിൽ, മണ്ണിൽ, നിലത്ത് കിടന്നിട്ടാണുള്ളത്, ഗ്രൗണ്ടിൽ കിടന്നിട്ടാണുള്ളത്. സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സാൻഡ് വിത്ത് സ്റ്റിക്സ്. കയ്യിൽ വടി കൊണ്ട് അവർ നിലത്ത്, പൂഴിയിൽ അല്ലെങ്കിൽ മണ്ണിൽ അവർ എന്തൊക്കെയോ പാറ്റേൺസ് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. ഇനി താഴത്തുന്ന ക്വസ്റ്റ്യൻസ് വായിക്കട്ടെ, നോക്കണേ. വാട്ട് മെയ്ഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ. എന്താണ് ആ വില്ലേജിനെയും അവിടുത്തെ ആൾക്കാരെയും സ്പെഷ്യലാക്കിയത്? എന്താണ്? ദ വില്ലേജേഴ്സ് വർ വെരി സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. പിന്നെന്താ? ദേ were very happy. They enjoyed the calm and quiet life of their village. And also they've never met any outsiders. Okay. അതാണ് അവരെ സ്പെഷ്യലാക്കിയത് അല്ലേ. വളരെ കൈൻഡ് ഹാർട്ടഡ് ആണ്, വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹാവ് യു എവർ ഡ്രോൺ പിക്ചേഴ്സ് ഓൺ സാൻഡ്? നിങ്ങൾ എപ്പോഴെങ്കിലും സാൻഡിൽ, മണ്ണിൽ അല്ലെങ്കിൽ പൂഴിയിലൊക്കെ നിങ്ങൾ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടോ? വെൻ ആൻഡ് വെർ, എപ്പോഴാണ് അല്ലെങ്കിൽ എവിടെയാണ്? എല്ലാവരും ബീച്ചിലൊക്കെ പോയിട്ടുണ്ടാവില്ല അല്ലേ. ബീച്ചിൽ നമ്മൾ ആ വെള്ളം വന്ന് പോയിട്ടാകുമ്പോൾ നമ്മൾ അവിടെ സാൻഡിൽ, നമ്മൾ തീരത്ത് നമ്മുടെ പേരൊക്കെ എഴുതുന്നുണ്ടാവില്ലേ. ഇനി വടിയൊന്നും കിട്ടില്ല, നമ്മൾ നമ്മുടെ വിരൽ വെച്ച് എഴുതും അല്ലേ. എന്നിട്ട് നല്ല വെള്ളം അടിച്ച് കയറി തിരമാല വരുമ്പോൾ അതിന് നമ്മുടെ പേരിനെ അങ്ങ് മായ്ച്ചളയും. ചെയ്തിട്ടുണ്ടാവില്ലേ എല്ലാവരും? ഓക്കെ. ഇനി നോക്കൂ. ദ സ്ട്രേഞ്ച് ബ്രീസ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള ബ്രീസ്. ഓക്കെ. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? അപരിചിതമായിട്ടുള്ള അല്ലേ, നമുക്ക് പരിചിതമല്ലാത്ത, നമുക്കറിയാത്തൊരു പരിചിതമല്ലാത്തൊരു സംഭവമാണ് സ്ട്രേഞ്ച്, അപരിചിതമായിട്ടുള്ള ബ്രീസ്. ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്. ഓക്കെ. ചെറിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാറ്റിനാണ് ബ്രീസ് എന്ന് പറയാം. ഓക്കെ. സഡൻലി എ വാം ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ് ആൻഡ് മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് മാജിക്കൽ. പെട്ടെന്ന് ഒരു ഇളം കാറ്റ് അവിടത്തേക്ക് വീശാൻ തുടങ്ങി, ആ വില്ലേജിലേക്ക് കൂടി വീശാൻ തുടങ്ങി. എന്നിട്ടോ അവിടുത്തെ ആൾക്കാർക്ക് അതൊരു മാജിക്കൽ ഫീലിംഗ് ആയിട്ട് മാറി.
ഓക്കെ, കാരണം നല്ല തണുത്ത ഇളം കാറ്റ്, നല്ല ചൂടൊക്കെയുള്ള സ്ഥലത്ത് അവർ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഇളം കാറ്റ് വീശുന്നത്. അവർക്കതൊരു ഭയങ്കര മാജിക്കൽ ഇതായിട്ട് മാറി, എക്സ്പീരിയൻസ് ആയിട്ട് മാറി അല്ലേ. വളരെ നല്ല തണുത്ത കാറ്റ് വീശിയപ്പോൾ എവ്രി വൺ ലുക്ക്ഡ് അപ്വേർഡ്, എല്ലാ ആൾക്കാരും മേലോട്ടേക്ക് നോക്കാൻ തുടങ്ങി. അവരവിടെ എന്തോ കണ്ടു. എന്താണ്? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. വാവ് എന്ന് വെച്ചാൽ എന്താ? അവരുടെ വണ്ടർ സൂചിപ്പിക്കുക അല്ലേ. വാവ്, എന്തൊരു സന്തോഷം, എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്തൊരു സുന്ദരമായ കാഴ്ചയാണിത്. ദെയർ ഐസ് വൈഡൻഡ് ഇൻ വണ്ടർ, അവരുടെ കണ്ണുകൾ സന്തോഷം, അതായത് വൈഡൻഡ് ഇൻ വണ്ടർ കൊണ്ട്, അതായത് അത്ഭുതം കൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ വികസിച്ച് വന്നു. ഓക്കെ, നമ്മളെന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു സംഭവം കാണുമ്പോൾ നമ്മളിങ്ങനെ വായും പൊളിച്ച് കണ്ണൊക്കെ മേടിച്ച് നിൽക്കില്ലേ, അതാണ് സംഭവം, വൈഡൻഡ് ഇൻ വണ്ടർ. നോക്കാലോ എന്താ സംഭവം എന്ന്. കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള അല്ലേ, നിറങ്ങൾ, ഒരുപാട് കളർഫുള്ളായിട്ടുള്ള റിബൺസ് അറിയില്ലേ നമുക്ക്, അങ്ങനെ എന്താണ് നീലയും പച്ചയൊക്കെ റിബൺ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. റിബൺസ് എന്താണ്, ബിഗാൻ ടു ഫോൾ, ആകാശത്തിൽ നിന്ന് താഴോട്ടേക്ക് വീണുകൊണ്ടിരിക്കലാണ് പല കളേഴ്സിൽ. ഓക്കെ, റിബൺസ്. എന്നിട്ടോ എങ്ങനെയാണ് അത് വീഴുന്നത്? ഫ്ലട്ടറിങ് ലൈക്ക് ബട്ടർഫ്ലൈസ് എങ്ങനെയാണ് അതിൻ്റെ ചിറകുകൾ അടിച്ച് പറക്കുക അല്ലേ, നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈസ് പറന്ന് വരുന്നത് പോലെ എന്താണ് റിബൺസ് ആകാശത്ത് നിന്ന്, കളർഫുള്ളായിട്ടുള്ള റിബൺസ് ആകാശത്ത് നിന്ന് വീഴാൻ തുടങ്ങി. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ ആൻഡ് റെഡ് വൺസ് സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. ബ്ലൂ റിബൺസ് എന്താ സംഭവിച്ചത്? ഡ്രിഫ്റ്റഡ് ഡൗൺ, നമ്മളിങ്ങനെ വഴുതി വീഴുക, തെന്നി വീഴുക എന്നൊക്കെ പറയില്ല, അങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ഒഴുകി വീണുകൊണ്ടിരുന്നു. അപ്പോൾ റെഡ് വൺസ് എന്തായി? സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. ഓക്കെ, ടോപ്പ് എന്ന് പറഞ്ഞാൽ പമ്പരമാണ് കേട്ടോ. ടോപ്പ്, TOP, ടോപ്പ് എന്ന് പറഞ്ഞാൽ പമ്പരം കറങ്ങുന്നത് പോലെ. സ്പൺ, SPUN, സ്പൺ എന്ന് പറഞ്ഞാൽ സ്പിൻ, SPIN, സ്പിൻ അറിയില്ലേ, തിരിയുക അല്ലേ, സ്പിൻ ചെയ്യുക, സ്പിൻ ദ വീൽ എന്നൊക്കെ പറയും അല്ലേ. ചക്രം കറക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്പിൻ ചെയ്യുക. ഓക്കെ, അതിൻ്റെ പാസ്റ്റാണ് സ്പൺ. ഓക്കെ, റെഡ് വൺസ് ഒരു ടോപ്പ്, പമ്പരം കറങ്ങുന്നത് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടാണ് താഴോട്ടേക്ക് വീണത്. പക്ഷേ നമ്മുടെ ഏതാണ് ബ്ലൂ കളർ എങ്ങനെയാണ് വീണത്? ജസ്റ്റ് ഇങ്ങനെ തെന്നി വീഴുന്ന പോലെ പെട്ടെന്ന് അങ്ങ് വന്ന് വീണു, നീല കളർ. ഓക്കെ, ഇനിയോ യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ്. യെല്ലോ റിബൺസ് ഇങ്ങനെ വീണിങ്ങനെ കിടക്കും, ഫ്ലോട്ട് ചെയ്ത് കിടന്നു. എങ്ങനെയാണ്? അതായത് ശരത്കാലത്ത് മരങ്ങളെ ഇലകൾ പൊഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ നിലത്ത് വന്ന് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വീണ് കിടക്കും അല്ലേ. അതുപോലെ യെല്ലോ റിബൺസ് വന്ന് അവിടെ വീണ് കിടന്നു. ഇനിയോ ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ്. ഫ്രഷായിട്ടുള്ള എന്താണ് പുല്ലുകൾ കിടക്കുന്ന പോലെ ഗ്രീൻ റിബൺസ് വീണ് കിടന്നു. ഓക്കെ, ഇനി താഴെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വാട്ട് ഹാപ്പൻഡ് വെൻ ദ ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്. ഒരു ഇളം കാറ്റ് ആ വില്ലേജിൽ വീശിയപ്പോൾ എന്താണ് സംഭവിച്ചത്? വെരി ഗുഡ്, കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ അല്ലേ. യെസ്, അതാണ് അപ്പോൾ സംഭവിച്ചത്. കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സെൻറ്റൻസ് ഇൻ ദ സ്റ്റോറി ഷോസ് ദാറ്റ് ദ പീപ്പിൾ വെർ സർപ്രൈസ്ഡ്. അവിടുത്തെ ആൾക്കാർ സർപ്രൈസായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാഠഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏത് സെൻറ്റൻസ് ആണെന്നാണ്. ഏത് സെൻറ്റൻസാണ് നിങ്ങൾ പറയൂ? വാവ് അല്ലേ, വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. അതാണ് അല്ലേ, ആ ഒരു സെൻറ്റൻസാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? നമ്മൾ ആൾക്കാർ സർപ്രൈസായി എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ മക്കളെ? അടുത്ത പേജിലേക്ക് പോവാലോ. ഓക്കെ, നോക്കൂ. റിബൺസ് ഓഫ് വണ്ടർ. വണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതം. ഓക്കെ, അത്ഭുതത്തിൻ്റെ റിബണുകൾ. ഓക്കെ, റിബൺസ് ഓഫ് വണ്ടർ. ഇനി നോക്കൂ. ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗർലി ഗ്രാബ്ഡ് ദ റിബൺസ്. ഓക്കെ, എന്താ പറയുന്നത്? വില്ലേജേഴ്സ് ഓടിപ്പോയിട്ട് ഈഗേളി, ഭയങ്കര എന്താ പറയുക, കിട്ടാനുള്ള ആകാംക്ഷയോടുകൂടി ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ വേഗം പെറുക്കിയെടുക്കുക അല്ലെങ്കിൽ പിടിച്ച് പറിക്കുക. അതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഗ്രാബ്ഡ് എന്നുള്ളതിൻ്റെ അർത്ഥം. GRABBED, ഗ്രാബ്ഡ്. ഓക്കെ, ഗ്രാബ്ഡ് ദ റിബൺസ്. അവർ വേഗം പിടിച്ച് പറിക്കാനും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് പറിക്കാനൊക്കെ തുടങ്ങി റിബൺസിന് വേണ്ടിയിട്ട്. ദേ ടൈഡ് ദം എറൗണ്ട് ദംസെൽസ്. അവരെന്ത് ചെയ്തു? ദേ ടൈഡ് എന്ന് പറഞ്ഞാൽ കെട്ടുക. ദേ ടൈഡ് ദം എറൗണ്ട് ദംസെൽസ്. അവരുടെ മേത്ത് ആ റിബൺസ് ചുറ്റാൻ തുടങ്ങി അല്ലെങ്കിൽ കെട്ടി.
The color of the ribbons seemed to spread on their skin. എന്താ സംഭവിച്ചത്? അപ്പോൾ ദ കളർ ഓഫ് ദ റിബൺസ്, ആ റിബൺസിൻ്റെ കളറ് അവരുടെ ശരീരത്തിലേക്ക് സ്പ്രെഡാകാൻ തുടങ്ങി. ലിലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദ സ്കൈ. ലില്ലിയുടെ ബ്ലൂ റിബൺ എന്ത് ചെയ്തു? ലില്ലിക്ക് കിട്ടിയത് ബ്ലൂ റിബണാണ്. അതെന്ത് ചെയ്തു? അവളുടെ കളർ മാറി നീലയായിട്ട് അവളങ്ങനെ ഒരു ആകാശത്തേക്ക് നോക്കുന്ന പോലെ, അല്ലെ, ആകാശത്തിന് സാദൃശ്യമുള്ളതാക്കി. റിസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ സാദൃശ്യമുള്ളതാക്കുക. ഓക്കെ. പിന്നെയോ മാക്സിന് എന്താ കിട്ടിയത്? മാക്സ് റെഡ് റിബൺ. മാക്സിന് കിട്ടിയത് റെഡ് റിബണാണ്. മെയ്ഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. ബീം എന്ന് പറഞ്ഞാൽ എന്താണ്? രശ്മി, കിരണങ്ങൾ എന്നൊക്കെ പറയില്ലേ, സൺലൈറ്റിൻ്റെ റേസ്. ഓക്കെ. ആ സൺലൈറ്റിൻ്റെ കിരണങ്ങൾ പോലെ അതെങ്ങനെ ഉണ്ടാവും? നല്ല റെഡ് കളറിലുണ്ടാവും അല്ലേ? വൈകുന്നേരം സൺ സെറ്റ് ചെയ്യുന്ന സമയത്ത്, വൈകുന്നേരം നമ്മൾ സൺ എന്താ പറയുക, അസ്തമിക്കില്ലേ, ആ സമയത്ത് നല്ല റെഡ് കളറിൽ വരും. അതിൻ്റെ കിരണങ്ങൾ പോലെ എന്തായി? മാക്സിൻ്റെ സ്കിന്ന് മാറിയിട്ട് അതുപോലൊരു റെഡ് കളറായിട്ട് മാറി. ഓക്കെ. ഇനിയോ മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. ഓക്കെ. മിയക്ക് കിട്ടിയത് എന്താണ്? പച്ച കളറാണ്. ഓക്കെ. അത് അവൾക്കൊരു എന്തിൻ്റെ കളറാണ് കൊടുത്തത്? ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. ലഷ് എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധമായ ഗ്രീൻ ഫോറസ്റ്റ്, നല്ല ഒരു ഫോറസ്റ്റിൻ്റെ കളറാണ് ആർക്ക് കൊടുത്തത്? പച്ച കളറാണ് നമ്മുടെ മിയക്ക് കിട്ടിയത്. ഓക്കെ. ലിയോക്ക് കിട്ടിയത് യെല്ലോ ആണ്. ഓക്കെ. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. സൂര്യൻ എങ്ങനെയാണ് തിളങ്ങി നിൽക്കുക? നല്ല മഞ്ഞ കളർ തിളങ്ങി നിൽക്കുക അല്ലേ? അതുപോലെ സൂര്യനെ പോലെ തിളങ്ങി നിന്നു ആര്? നമ്മുടെ ലിയോ. ദ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ്. അവർ ഡാൻസ് ചെയ്യാനും കളിക്കാനൊക്കെ തുടങ്ങി. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് വൈബ്രൻറ്റ് പ്ലംസ് ഓഫ് എ പീകോക്ക്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, അല്ലേ, വളരെ എന്താണ്, വളരെ തിളങ്ങുന്ന പ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? തൂവലുകൾ. ഒരു പീക്കോക്ക് എന്ന് പറഞ്ഞാൽ മയിൽ, ഒരു മയിലിൻ്റെ തൂവലുകൾ എങ്ങനെയാണോ തിളങ്ങി നിൽക്കുന്നത് അതുപോലെ എന്തായി അവർ ഡാൻസ് കളിക്കുമ്പോൾ അങ്ങനെ നമുക്കൊരു ഫീല് വന്നു. ഓക്കെ. അത്രയും കളർഫുള്ളായിരുന്നു അല്ലേ? പച്ചയും മഞ്ഞയും റെഡും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂടിയപ്പോഴത്തേക്ക് ഒരു മയിൽ ഡാൻസ് ചെയ്യുന്നത് പോലെ തോന്നി. ഇനി ക്വസ്റ്റ്യൻസ് നോക്കൂ താഴെ. വാട്ട് ഹാപ്പൻഡ് വെൻ ദേ ടൈഡ് ദ റിബൺസ് അറൗണ്ട് ദെയർ ബോഡി. ആ റിബൺസ് അവരുടെ ശരീരത്തിൽ ചുറ്റിയപ്പോൾ അവർക്ക് എന്താണ് തോന്നിയത്? എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ദ കളർ ഓഫ് ദ റിബൺസ് സീംഡ്, SEEMED, സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ, അല്ലേ? ദ കളർ ഓഫ് ദ റിബൺസ് സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ ഓൺ ദെയർ സ്കിൻ. ഓക്കെ. അവരുടെ ശരീരത്തിലേക്ക് ആ കളറ് സ്പ്രെഡ് ആകുന്ന പോലെയാണ് അവർക്ക് തോന്നിയത്. ഓക്കെ. പിന്നെന്താ? വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺസ് ബ്രിങ് ഇൻ ദ പീപ്പിൾ. എന്ത് കൈൻഡ് ഓഫ് ചേഞ്ചസ് ആണ് അവരിൽ ഉണ്ടാക്കിയത്? കുറേ ചേഞ്ചസ് ഉണ്ടാക്കിയല്ലേ? അവർ വൈബ്രൻ്റ് ആയിട്ടുള്ള പീകോക്കിൻ്റെ പ്ലംസ് പോലെ അവർ ഫീൽ ചെയ്തു. ഓക്കെ. ദേ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ്. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് വൈബ്രൻറ്റ് പ്ലംസ് ഓഫ് എ പീകോക്ക്. അതുപോലെയാണ് അവർക്ക് തോന്നിയത്. എന്താണ് സംഭവിച്ചത്? ആക്ച്വലി ദ കളർ ഓഫ് ദ റിബൺ സീംഡ് അവരുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആകുന്നത് പോലെ തോന്നി. എന്നിട്ട് അവർ വൈബ്രൻ്റ് ആയിട്ടുള്ള പ്ലംസ് ഓഫ് എ പീകോക്ക് പോലെ തോന്നി. ഓക്കെ. വാൾസ് ഓഫ് കളേഴ്സ്. അടുത്ത നോക്കൂ. വാൾസ് ഓഫ് കളേഴ്സ്. വാൾസ് എന്ന് പറഞ്ഞാൽ എന്താ? മതിലുകൾ അല്ലേ? കളറിൻ്റെ മതിലുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ എവിടെ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാമല്ലോ കഥ. ബട്ട് സൂൺ എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദ വില്ലേജ്. പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് ആ വില്ലേജിലേക്ക് വീശി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദെയർ അപ്പിയറൻസസ്. അവരുടെയൊക്കെ അപ്പിയറൻസസിനെ പൂർണ്ണമായിട്ടും അത് മാറ്റി. ലില്ലി ക്രൈഡ്, ഐ ആം ബ്ലൂ. ലില്ലി ക്രൈഡ്, ഞാൻ നീല കളറാണ്. ലില്ലി ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു അല്ലേ? ക്രൈഡ് എന്ന് പറഞ്ഞാൽ കരഞ്ഞു, ഒച്ചത്തിൽ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഐ ആം റെഡ്, മാക്സ് ഷൗട്ടഡ്. ഒച്ചത്തിൽ കൂക്കി പറഞ്ഞു ആര്? മാക്സ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ റെഡാണ്. വി ലുക്ക് സോ ഡിഫറെൻറ്റ്. നമ്മൾ വളരെ വ്യത്യസ്തരാണിപ്പോൾ. ആര് പറഞ്ഞു? ലിയോ സെഡ്, ഫ്രൈറ്റൻഡ്. ലിയോ ആകെ പേടിച്ചിട്ട് പറഞ്ഞു നമ്മൾ ടോട്ടലി ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നു. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, പേടിച്ചു അല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നോക്കാലോ. ദ പീപ്പിൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മൂവ്ഡ് ടു ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്.
ദ പീപ്പിൾ, ആ ജനങ്ങൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ്. അവരിപ്പോൾ എങ്ങനെയാണ്, അവർ ഒത്തൊരുമയോടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴെന്ത് പറ്റി, കളേഴ്സിൻ്റെ പേരിൽ അവർ സെപ്പറേറ്റഡ് ആയി. ഓക്കെ, എന്നിട്ടോ ദേ മൂവ്ഡ് ടു ഡിഫറെൻറ്റ് കോർണേഴ്സ്. അവർ വേറെ വേറെ കോർണേഴ്സിലേക്ക്, വേറെ വേറെ മൂലകളിലേക്ക് അവർ മൂവ് ചെയ്ത് നിന്ന് മാറി മാറി നിൽക്കാൻ തുടങ്ങി. ഓക്കെ, വില്ലേജിൻ്റെ ഓരോരോ സൈഡിലേക്ക്. മാക്സ് വിത്ത് ഹിസ് റെഡ് റിബൺ ടോൾഡ് ദ വൺസ് ഹൂ ഹാഡ് റെഡ് റിബൺസ് വി നീഡ് ടു സ്റ്റിക്ക് ടുഗെദർ. എന്താ മാക്സ് പറഞ്ഞത്? റെഡ് റിബൺ ഉള്ളവരോട് പറഞ്ഞു, നമ്മളൊക്കെ ചുവപ്പ് ആൾക്കാരാണ്, വാ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ലില്ലി എന്ത് പറഞ്ഞു നോക്കൂ. ലില്ലി പറഞ്ഞു, ലില്ലി വിത്ത് ഹെർ ബ്ലൂ റിബൺ സെറ്റ് വി നീഡ് ടു സ്റ്റേ സേഫ്. നമുക്ക് സേഫായിട്ട് മാറി നിൽക്കാം, നമ്മൾ നീലക്കാരാണ്, നമുക്ക് മാറി നിൽക്കാമെന്ന് ആര് പറഞ്ഞു? ലില്ലി പറഞ്ഞു. ദ ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ്സ് ഡിഡ് ദ സെയിം. പച്ചയും മഞ്ഞയും അതുപോലെ വേറെ വേറെ ഗ്രൂപ്പുകളായി പിരിഞ്ഞു. ഈച്ച് ബിൽറ്റ് ബിഗ് വാൾസ് അറൗണ്ട് ദെയർ കോർണേഴ്സ്. അവരെന്ത് ചെയ്തു, എന്നിട്ട് ഓരോരോ കോർണറിലേക്ക് മാറിയിട്ട് അവിടെ അവർ വലിയ വലിയ മതിലുകൾ പണിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായി, അവർ ടോട്ടലി സെപ്പറേറ്റഡ് ആയി എന്നാണ് നമ്മളോട് കാണിക്കുന്നത്. കഥയിൽ പറയുന്നത് അവർ ഒത്തൊരുമിച്ചുള്ള യൂണിറ്റിയോട് കൂടി നിന്ന ആൾക്കാരാണ്. അവർ കളർ ചേഞ്ച് ആയപ്പോൾ അവർ എന്തായി, ദേ സെപ്പറേറ്റഡ് അല്ലേ. എന്നിട്ട് അടിയിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയേ. വൈ ഡിഡ് ദ പീപ്പിൾ ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട്? എന്തിനാണ് അവർ വലിയ വാൾസ് അറൗണ്ട് ചെയ്തത്, ഉണ്ടാക്കിയത് എന്തിനാണ്? ബിക്കോസ് അവർ ഡിസൈഡ് ചെയ്തു ദേ ആർ ലുക്കിംഗ് സോ ഡിഫറെൻറ്റ്, സോ ദേ വാണ്ടഡ് ടു ബി സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ, ദേ വാണ്ടഡ് ടു സ്റ്റേ സേഫ് ഫ്രം ഈച്ച് അതേഴ്സ്. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, വേറെ വേറെ പിരിഞ്ഞു. അവർക്ക് ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തരായി മാറി മാറി നിൽക്കണമായിരുന്നു അല്ലേ. അതിന് വേണ്ടിയിട്ട് ദേ ഡിസൈഡഡ് ടു ബിൽഡ് എ ബിഗ് വാൾ. എന്നിട്ട് ദേ ഹാവ് മൂവ്ഡ് ടു വൺ കോർണർ. ഓക്കെ, എല്ലാ കോർണറിലേക്കും ദേ ഹാവ് മൂവ്ഡ്. ഓക്കെ, മനസ്സിലായില്ലേ? ഡു യു അഗ്രി വിത്ത് ദെയർ ഡിസിഷൻ? നിങ്ങൾ അവരുടെ ഈ ഡിസിഷനിൽ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഡിസിഷൻ. കാരണം അവർ കളറിൻ്റെ പേരിൽ അവർ സെപ്പറേറ്റ് ആവാൻ പാടില്ല അല്ലേ. അവർ സെപ്പറേറ്റ് ആകുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഡിസിഷൻ. സോ വി ഡോണ്ട് സപ്പോർട്ട് ദിസ് ഡിസിഷൻ. വൈ? ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഡിസിഷൻ. ബിക്കോസ് വി നോ യൂണിറ്റി ഈസ് സ്ട്രെങ്ത് അല്ലേ. യൂണിറ്റിയാണ് എപ്പോഴും എന്ത് ബലം. അപ്പോൾ ആൾക്കാർ തമ്മിൽ പിരിയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആ ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത നോക്കിക്കോ. എ ട്രബിൾ അൺഫോൾസ്. ഒരു പ്രശ്നത്തിൻ്റെ ചുരുളഴികളാണ്. ഓക്കെ, എ ട്രബിൾ അൺഫോൾസ്. ഡേയ്സ് പാസ്റ്റ്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ. റെഡ് ഗ്രൂപ്പിൻ്റെ അടുത്ത് വെള്ളമുണ്ട്. ബട്ട് നോ ഫുഡ്. അവരുടെ അടുത്ത് ഭക്ഷണമില്ല, പക്ഷേ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഐ ആം ഹംഗ്രി. മാക്സ് കംപ്ലൈൻറ്റ്. മാക്സ് പറഞ്ഞു, എനിക്ക് വിശക്കാൻ തുടങ്ങി. വെള്ളമുണ്ട്, വെള്ളം എത്ര കുടിച്ചിട്ട് വിശപ്പ് മാറ്റുക അല്ലേ. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ്. ബ്ലൂ ഗ്രൂപ്പിൻ്റെ അടുത്ത് എന്തുണ്ട്? ഫുഡുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ഫുഡുണ്ട് അല്ലേ. ബട്ട് നോ വാട്ടർ. അവർക്ക് എന്തില്ല? വെള്ളമില്ല. ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിക്കണ്ടേ. ബട്ട് ദേ ഡോണ്ട് ഹാവ് വാട്ടർ. ഐ ആം തേഴ്സ്റ്റി. ലില്ലി സെഡ്. ലില്ലി പറഞ്ഞു, അയ്യോ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ്. ഓക്കെ, ബട്ട് നോ ഷെൽട്ടർ. അവരുടെ അടുത്ത് എന്തുണ്ട്? വുഡുണ്ട്, മരമുണ്ട്, വിറകൊക്കെ ഉണ്ട്, പക്ഷേ ഷെൽട്ടർ, താമസിക്കാൻ അവർക്ക് സ്ഥലമില്ല. വി ആർ വെറ്റ്. ഞങ്ങളാകെ താമസിക്കാൻ സ്ഥലമില്ല, ഷെൽട്ടർ ഇല്ല, അപ്പം നമ്മളാകെ നനഞ്ഞിരിക്കലാണ്. മിയ റിപ്പോർട്ടഡ്. മിയ പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തു അല്ലേ. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർവുഡ്. ഐ ആം കോൾഡ്. ലിയോ ഷിവേർഡ്. അപ്പോൾ യെല്ലോ ഗ്രൂപ്പിൻ്റെ പ്രശ്നം എന്താണ്? അവർക്ക് ഹാഡ് ഷെൽട്ടർ. അവർക്ക് ഷെൽട്ടർ ഉണ്ട്, വീടൊക്കെ ഉണ്ട്, പക്ഷേ വിറകൊന്നുമില്ല. അവർക്ക് തണുപ്പിന് എന്താണ്, വിറക് കത്തിച്ച് ചൂടുകൊള്ളണമെങ്കിൽ വിറകില്ല. ഐ ആം കോൾഡ്. എനിക്കാകെ തണുത്ത് വിറയ്ക്കുന്നു. ലിയോ ഷിവേർഡ്. ലിയോ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. ദ ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ടഡ് ലൈക്ക് എ കോറസ്. ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ഈ കരച്ചിൽ അല്ലേ, എല്ലാവരും കൂടി ഇത് പറഞ്ഞ് സങ്കടം പറഞ്ഞ് കരയാൻ തുടങ്ങി. ആ സൗണ്ട് എങ്ങനെയുണ്ടായിരുന്നു? കോറസ് പോലെ. എന്താ കോറസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കോറസ് പാടുകയെന്ന് കേട്ടില്ലേ? ഒരാൾ നമ്മളൊരു പാട്ട് പാടി കൊടുക്കുമ്പോൾ പുറകിൽ നിന്ന് എല്ലാവരും കൂടി ഏറ്റുപാടും. അതാണ് കോറസ് പാടുക എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അപ്പോൾ ഒരു കോറസ് പാടുന്ന പോലെ എല്ലാവരും കൂടി അവരുടെ സങ്കടങ്ങൾ അങ്ങൊന്നും ഇങ്ങൊന്നൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ ഒരു കോറസ് പാടുന്നത് പോലെ തോന്നി. ഹിയറിംഗ് ദ ഹെൽപ്ലെസ് കോൾസ് എ സ്ട്രേഞ്ചർ അറൈവ്ഡ്. ഈ നിസ്സഹായമായ ഈ കരച്ചിൽ കേട്ടപ്പോൾ ഒരു സ്ട്രേഞ്ചർ അവിടത്തേക്ക് വന്നു. വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്? ഹി ആസ്ക്ഡ്.
നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ ചോദിച്ചു. ഇനി എന്താ നോക്കിയേ, വാട്ട് പ്രോബ്ലം ഡിഡ് ഈച്ച് ഓഫ് ദ കളേർഡ് ഗ്രൂപ്പ് ഫേസ്? എന്താണ് ആ കളേർഡ് ഗ്രൂപ്പ്സൊക്കെ ഫേസ് ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു? ദേ ഡിഡിൻ ഹാവ് ഇനഫ്. അവർക്ക് എന്താ വേണ്ടത് അത് അവർക്ക് ദേ ഡിഡിൻ ഹാവ് ഇനഫ് അല്ലേ. അവർക്ക് വാട്ട് എവർ ദേ വോണ്ട് ദേ ഡിഡിൻ ഹാവ് അല്ലേ. അതാണ് അവർ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലംസ്. ഓക്കെ, ഒരു ഗ്രൂപ്പിന് ഫുഡ് ഉണ്ടെങ്കിൽ മറ്റേ ഗ്രൂപ്പിന് വാട്ടർ ഉണ്ട്. ഒരു ഗ്രൂപ്പിന് ഫയർ വുഡ് ഉണ്ടെങ്കിൽ മറ്റേ ഗ്രൂപ്പിന് ഷെൽട്ടർ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഇല്ല. ഓക്കെ, സോ അതാണ് അവർ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലങ്ങളിലൊന്ന്. ഓക്കെ, എല്ലാ കാര്യങ്ങളും അവർക്കില്ല. ദേ ഡിഡ്ന്റ് ഹാവ് വാട്ട് എവർ ദേ നീഡ്. ഓക്കെ ഓക്കെ ഇനി നോക്കിയേ എന്താണ് പറയുന്നത്. പാത്ത് വേ ടു യൂണിറ്റി. എന്താ പാത്ത് വേ എന്ന് പറഞ്ഞാൽ? വഴി അല്ലേ, പാത. എന്തിനേക്കുള്ള പാതയാണ്? യൂണിറ്റിയിലേക്കുള്ള പാത. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യം, ഒത്തൊരുമയിലേക്കുള്ള പാത. നോക്കാം നമുക്ക് എന്താണെന്ന് നോക്കിയേ. വി ലിവ് ഓൺലി വിത്ത് ദോസ് ഓഫ് അവർ കളർ, സംവൺ റിപ്ലൈഡ്. അപ്പം നമ്മുടെ ലാസ്റ്റ് ഇതിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ പേജിൽ നമ്മൾ കണ്ടു, എന്ത് സ്ട്രേഞ്ചർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്തിനാണ് നിങ്ങളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് സ്ട്രേഞ്ചർ ചോദിച്ചു. അപ്പോൾ ആരോ ഒരാൾ വിളിച്ച് പറയലാണ്, ഞങ്ങൾ വി ലീവ് ഓൺലി വിത്ത് ദോസ് ഓഫ് അവർ കളർ. ഞങ്ങളുടെ കളറുള്ള ആൾക്കാരുടെ കൂടെ മാത്രമേ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ. സംവൺ റിപ്ലൈഡ്. വി നീഡ് ടു സർവൈവ്, ലില്ലി സ്പോക്ക് അപ്പ്. അപ്പം ലില്ലി വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് സർവൈവ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ, പിടിച്ച് നിന്നേ പറ്റുള്ളൂ. വി നീഡ് വാട്ടർ, ഞങ്ങൾക്ക് വെള്ളം വേണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ദ ബ്ലൂ ഗ്രൂപ്പ് സെറ്റ് ലൗഡ്ലി. ആ ബ്ലൂ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം കൂടി ഒച്ചത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം വേണം. ഹൂ വിൽ ബ്രിങ് അസ് ഫുഡ്? ഞങ്ങൾക്ക് ആരാണ് ഫുഡ് കൊണ്ടുവരിക? ദ റെഡ് ഗ്രൂപ്പ് ആസ്റ്റ്. റെഡ് ഗ്രൂപ്പ് ഒച്ചത്തിൽ ചോദിച്ചു, ഹൂ വിൽ ബ്രിങ് അസ് ഫുഡ്? നമുക്ക് ആരാണ് ഫുഡ് ഭക്ഷണം കൊണ്ട് തരുവാന്ന് ചോദിച്ചു. ഷെൽട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ എസ്, ദ ഗ്രീൻ ഗ്രൂപ്പ് സെഡ്. ഗ്രീൻ ഗ്രൂപ്പ് എന്താ പറഞ്ഞത്? ഷെൽട്ടർ അല്ലേ, താമസ സ്ഥലം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെന്ന് ഗ്രീൻ ഗ്രൂപ്പും പറഞ്ഞു. വി നീഡ് വാംത്ത്, ദ യെല്ലോ ഗ്രൂപ്പ് ഷൗട്ടഡ്. ഞങ്ങൾക്ക് കുറച്ച് ചൂട് കിട്ടിയേ തീരുള്ളൂ, ഞങ്ങൾക്ക് ഇവിടെ തണുത്ത് വിറയ്ക്കുകയാണ്, സോ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ചൂട് കിട്ടിയേ തീരുള്ളൂ. ആര് പറഞ്ഞു? ദ യെല്ലോ ഗ്രൂപ്പ് ഷൗട്ടഡ്. അവർ ഒച്ചത്തിൽ ഉറക്കെ പറഞ്ഞു. ദേ ഓൾ പാനിക്ഡ്. അവരൊക്കെ ആകെ പേടിച്ച് വിറച്ചു, പാനിക്കായി അല്ലേ, ടെൻഷനായി. ആൻഡ് ദേ ഹോപ്പ്ഫുള്ളി ലുക്ക്ഡ് അറ്റ് ദ ഷൈനിങ് ഐസ് ഓഫ് ദ സ്ട്രേഞ്ചർ. അവരെല്ലാവരും പ്രതീക്ഷയോടുകൂടി എങ്ങോട്ട് നോക്കി? ദ ഷൈനിങ് ഐസ് ഓഫ് ദ സ്ട്രേഞ്ചർ. ആ വന്ന സ്ട്രേഞ്ചറിൻ്റെ കണ്ണുകളിലേക്ക് അവർ പ്രതീക്ഷയോടുകൂടി നോക്കി. ഹി സ്മൈൽഡ് ജെൻ്റ്ലി ആൻഡ് അഡ്വൈസ്ഡ്. അയാൾ സോഫ്റ്റായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉപദേശിച്ചവർ എന്താ ഉപദേശിച്ചത്? ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് നിങ്ങൾ ഷെയർ ചെയ്യൂ, അപ്പം നിങ്ങൾ ഹാപ്പി ആവും എന്ന് ആര് പറഞ്ഞു? ദ സ്ട്രേഞ്ചർ പറഞ്ഞു അല്ലേ. ഷെയർ, ആസ്ക് ദ പീപ്പിൾ ടുഗെദർ. ഷെയർ ചെയ്യാനോ? എല്ലാവരും കൂടി ഒരുമിച്ച് ചോദിച്ചു. ഷെയർ ചെയ്യാനോ? ഷെയർ കണ്ടോ, ഷെയർ എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? അതവിടെ ചോദിക്കലുണ്ട്. ഷെയർ, ഞങ്ങൾ ഷെയർ ചെയ്യാനോ? വി കെ നോട്ട്, ഞങ്ങൾക്ക് ചെയ്യാനതാവില്ല. ദേ സെഡ് ഫേംലി. അവർ വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ദ സ്ട്രേഞ്ചർ സ്മൈൽഡ് ആൻഡ് സെഡ് ഷെയറിങ് ഈസ് ദ ഓൺലി വേ. വേറെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും ഇല്ല, ഷെയർ ചെയ്യൽ മാത്രമാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് ആര് പറഞ്ഞു? സ്ട്രേഞ്ചർ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കിയേ. വൈ ഡിഡ് ദ പീപ്പിൾ റെഫ്യൂസ് ടു ഷെയർ ദെയർ തിങ്സ്? എന്തുകൊണ്ടാണ് പീപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ മടിച്ചത്? ബിക്കോസ് ദേ തോട്ട് ലൈക്ക് ദേ ആർ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. അവർ വിചാരിച്ച് അവർ ഡിഫറെൻറ്റ് കളേഴ്സിലാണുള്ളത്. സോ ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ അല്ലേ. സോ അതുകൊണ്ട് അവർ ഷെയർ ചെയ്യാൻ തയ്യാറല്ല. വാട്ട് വാസ് ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ്? എന്തായിരുന്നു സ്ട്രേഞ്ചറിൻ്റെ അഡ്വൈസ്? സ്ട്രേഞ്ചർ ആസ്ക്ഡ് ദം ടു ഷെയർ ദെയർ തിങ്സ് അല്ലേ. സ്ട്രേഞ്ചർ അവരോട് തിങ്സൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ദ സ്ട്രേഞ്ചർ ഹാഡ് ആസ്ക്ഡ് ദം ടു ഷെയർ ദെയർ തിങ്സ് വാട്ട് ദേ ഹാവ്. ഇഫ് ദേ ഡോണ്ട് ലിസൺ ടു ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് വാട്ട് മൈറ്റ് ഹാപ്പൻ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? സ്ട്രേഞ്ചറിൻ്റെ അഡ്വൈസ് കേട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അവരെല്ലാം മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. ബിക്കോസ് ഒരാൾക്ക് ഫുഡുണ്ട് പക്ഷേ വെള്ളമില്ല, മറ്റൊരാൾക്ക് വെള്ളമുണ്ട് പക്ഷേ ഭക്ഷണമില്ല, വേറൊരാൾക്ക് വീടുണ്ട് പക്ഷേ ചൂട് കിട്ടാനുള്ള വിറകുകളില്ല. അപ്പോൾ അവർ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരാൾ തണുത്ത് വിറയ്ക്കും, ഒരാൾ തണുത്ത് മരിച്ചു പോകുമായിരുന്നു, മറ്റൊരാൾ വിശന്നിട്ട് മരിച്ചു പോകും, മറ്റൊരാൾ
ദാഹം കൊണ്ട് മരിച്ചു പോകും അല്ലേ? അതൊക്കെ സംഭവിക്കുമായിരുന്നു. പക്ഷേ അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവുമോ? ലെറ്റ് സി അല്ലേ, അടുത്ത പേജിൽ നമുക്ക് നോക്കാമല്ലോ ഷെയർ ചെയ്തോ ഇല്ലയോ എന്ന്. ഇനി നോക്കിയാൽ എന്താ ഉണ്ടായെന്ന് നോക്കി. ഡാൻസ് ഓഫ് കളേഴ്സ്, കളേഴ്സിൻ്റെ നൃത്തം, ഡാൻസ് ഓഫ് കളേഴ്സ്. ഓക്കെ, എന്താ സന്തോഷ നൃത്തം എന്നുള്ള അർത്ഥമാണ് അവിടെ. ഓക്കെ, നോക്കാമല്ലോ നമുക്ക്. ദ വില്ലേജേഴ്സ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ, അവർ പരസ്പരം നോക്കി. ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു സ്ട്രേഞ്ചർ, അപ്പോൾ അവർ പരസ്പരം നോക്കി. ദ തോട്ട് ഫോർ എ വൈൽ, അവർ കുറച്ച് നേരം ചിന്തിച്ച് നിന്നു. സ്ലോലി, പതുക്കെ, ദ ബിഗാൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ്, അവരുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. ദെൻ എ മിറാക്കിൾ ഹാപ്പൻഡ്, ഒരു മിറാക്കിൾ സംഭവിച്ചു, ഒരു അത്ഭുതം സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? എവ്രി വൺ ഗോട്ട് എവ്രിതിങ് ദേ നീഡഡ്, എല്ലാവർക്കും അവർക്ക് എന്താവശ്യമുണ്ടോ അത് കിട്ടി അല്ലേ? എവ്രി വൺ ഗോട്ട് എവ്രിതിങ് ദേ നീഡഡ്. ഓക്കെ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടി. സ്ലോലി ഹാപ്പിനെസ് ബിഗാൻ ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ വില്ലേജ്, അങ്ങനെ പതുക്കെ പതുക്കെ സന്തോഷം തിരിച്ച് ആ വില്ലേജിലേക്ക് സ്പ്രെഡ് ആവാൻ തുടങ്ങി. എൻറ്റയർ വില്ലേജിൻ്റെ എല്ലാ ഭാഗത്തേക്കും സന്തോഷം വരാൻ തുടങ്ങി. ദേ പുൾ ഡൗൺ ദ വാൾസ് ആൻഡ് കമ്പൈൻ ദർ റിബൺസ്, ഒരു വോള് കെട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ, കളർ ഓരോ റിബൺ, പച്ചയ്ക്ക് പച്ച, മഞ്ഞ, അങ്ങനെ റിബൺ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ പുൾ ഡൗൺ ചെയ്തു, അവർ വലിച്ച് പറിച്ച് കളഞ്ഞു. എന്നിട്ടോ ആ റിബൺസിനെയൊക്കെ അവർ കമ്പൈൻ ചെയ്തു, ഒരുമിച്ച് കൂട്ടി വെച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഓൾ ദ റിബൺസ് ടുഗെദർ ടേൺഡ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ, ആ കളേഴ്സൊക്കെ കൂടി ചേർന്നപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ മനോഹരമായ ഒരു റെയിൻബോ ആയി മാറി, മഴവില്ലായി മാറി. ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ് കോളിംഗ് ദംസെൽസ് ദ റെയിൻബോ പീപ്പിൾ, ആൾക്കാർ ആ റെയിൻബോനെ നോക്കിയിട്ട് അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി അല്ലേ, അവർക്ക് സന്തോഷമായി. ദേ ഡാൻസ്ഡ്, എന്നിട്ട് എന്താ ചെയ്തേ? കോളിംഗ് ദംസെൽസ്, അവരെ തന്നെ വിളിച്ചു ദ റെയിൻബോ പീപ്പിൾ, മഴവില്ല് അല്ലേ, മഴവില്ല് ജനങ്ങൾ എന്നോ, ദ റെയിൻബോ പീപ്പിൾ എന്ന് അവരെ തന്നെ വിളിച്ചു. ഓക്കെ, ദ റെയിൻബോ റിബൺ ബിക്കെയിം എ സിംബൽ ഓഫ് ദെയർ ന്യൂലി ഫൗണ്ട് യൂണിറ്റി ആൻഡ് ജോയ്. അങ്ങനെ റെയിൻബോ റിബൺ, മഴവില്ലുള്ള റിബൺ എന്തായി? സിംബൽ ഓഫ് ന്യൂലി ഫൗണ്ട്, യൂണിറ്റിയുടെയും ജോയിയുടെയും, യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യമാണ്, സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അല്ലേ ഒക്കെ ഒരു സിംബലായ ഒരു പ്രതീകമായിട്ട് ആ റിബൺ മാറി. ഇത് റെയിൻബോ റിബൺ അല്ലേ, റെയിൻബോ കളേഴ്സ് എല്ലാം കൂടി ചേർന്ന സംഭവം. ദ വാം ബ്രീസ് റിട്ടേൺഡ് ആൻഡ് ദ റെയിൻബോ പീപ്പിൾ ഫെൽറ്റ് ഹാപ്പി. ദ വാം ബ്രീസ്, അതായത് ആ പണ്ടുണ്ടായിരുന്ന ആ ചൂട് കാറ്റ് തിരിച്ചു വന്നു. ദേ ലിവ് ടുഗെദർ ഇൻ ഹാർമണി, വീണ്ടും അവരവിടെ വളരെ വളരെ ഐക്യത്തോടു കൂടി വീണ്ടും അവർ ജീവിക്കാൻ തുടങ്ങി. നല്ല കഥ അല്ലേ, നല്ല സൂപ്പറായിട്ടുള്ള കഥ. എന്താ ഇവിടെ കാണിക്കുന്നത്? യൂണിറ്റി സ്ട്രെങ്ത് അല്ലേ, നമ്മുടെ ഐക്യമാണ് ഏറ്റവും വലിയ ബലം എന്നാണ് ഇവിടെ ഈ കഥയിലേക്കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. ദ ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ദ വില്ലേജേഴ്സ് പുൾ ഡൗൺ ദെയർ വാൾസ്, വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? വാൾസൊക്കെ മാറ്റിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അവർ എല്ലാം വാൾസൊക്കെ കൂടിയിട്ട് എന്തായി? ഓൾ ദ റിബൺസ് ടുഗെദർ ടേൺഡ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ അല്ലേ, റെയിൻബോ മീൻസ് ആ വാൾസൊക്കെ പുള്ളി ചെയ്ത് കളഞ്ഞപ്പോൾ ഓൾ ദ റിബൺസ് ടുഗെദർ ഫോംഡ് എ ബ്യൂട്ടിഫുൾ റെയിൻബോ. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ്. നല്ല രസമുള്ളൊരു സ്റ്റോറി. ഓക്കെ, ഇനി ടീച്ചർ അടുത്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെ എക്സസൈസ് ആക്ടിവിറ്റീസൊക്കെ ചെയ്തിടുന്നുണ്ട്. ഓക്കെ, മക്കളത് കാണുക. പിന്നെന്താ, ടീച്ചറുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ടീച്ചറുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടും. അപ്പം എല്ലാ ക്ലാസ്സും നിങ്ങളുടെ ഓരോ പാഠവും ഇതുപോലെ ക്ലാസ് എടുത്തിടുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ താങ്ക് യു മക്കളെ. അടുത്ത ക്ലാസ്സിൽ കാണാം, ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.